റോഡിൽ വെച്ച് ആ സ്ത്രീക്ക് പെട്ടെന്നെന്തോ ഭയം തോന്നി. ഒരു വലിയ ട്രക്ക് അവളുടെ നേരെ പാഞ്ഞു വന്നു. മുമ്പ് അവളുടെ കാർ നിർത്താൻ ശ്രമിച്ച അതേ ട്രക്ക്. ആ സ്ത്രീ പരിഭ്രാന്തിയായി. ഇത്തവണ ഡ്രൈവർ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ട്രക്ക് അവളുടെ കാറിന് തൊട്ടു പിന്നിലായിരുന്നു. ആ സ്ത്രീ വേഗത്തിൽ ആക്സിലറേറ്റർ പെഡലിൽ അമർത്തി വേഗത കൂട്ടി. പക്ഷേ പിന്നിൽ നിന്ന് പിന്തുടർന്ന ട്രക്ക് വേഗത തുടർന്നു. അവളുടെ കാറിൽ പിന്നിൽ നിന്നിടിച്ചു. ആ സ്ത്രീ ദേഷ്യത്തോടെ ഡ്രൈവറെ ശപിച്ചു. പക്ഷേ ട്രക്ക് നിർത്താൻ വിസമ്മതിച്ചു. അവൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വലിയ അപകടം സംഭവിക്കുമായിരുന്നു. ബ്രേക്ക് പ്രയോഗിച്ച് ട്രക്ക് കടന്നു പോകാൻ അവൾ ആലോചിച്ചു. പക്ഷേ ട്രക്ക് ഡ്രൈവർ അവളുടെ പദ്ധതി ഇതിനകം കണ്ടിരുന്നു. ആ സ്ത്രീ തന്റെ മുന്നിൽ നിൽക്കേണ്ട വിധത്തിൽ അയാൾ ഹൈവേ സ്റ്റിയറിംഗ് നടത്തുകയായിരുന്നു. അപ്പോൾ റോഡിന്റെ വശത്ത് 10 കിലോമീറ്റർ മുന്നിലുള്ള ഒരു കഫേ സൂചിപ്പിക്കുന്ന ഒരു അടയാളം അവൾ കണ്ടു. ആ ദിശയിലേക്ക് പോകാൻ അവൾ തീരുമാനിച്ചു. വേഗത വർദ്ധിപ്പിച്ചു. എന്നിരുന്നാലും റോഡിന്റെ ചില ഭാഗങ്ങൾ മഞ്ഞിൽ മൂടിയിരുന്നു. അതിനാൽ അവൾക്ക് വേഗത കുറയ്ക്കേണ്ടി വന്നു. അവൾ വേഗത കുറച്ച ഉടനെ ട്രക്ക് വീണ്ടും 2 തവണ അവളുടെ കാറിലിടിച്ചു. ആഘാതം വളരെ ശക്തമായിരുന്നതിനാൽ അവളുടെ കാർ റോഡിൽ നിന്ന് തെന്നിമാറി. ഭാഗ്യവശാലി തവണ ട്രക്ക് അവളെ പിന്തുടരാതെ ഓടിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാർ നിർത്തി ബോധം വീണ്ടെടുത്തപ്പോൾ സ്ത്രീ കഫേയിലേക്ക് ഓടിച്ചു. അകത്തിരുന്ന് അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ട്രക്ക് കണ്ടു. ഒരുപക്ഷെ അതിന്റെ ഡ്രൈവർ അകത്തായിരിക്കാം. ഭയന്ന സ്ത്രീ ശ്രദ്ധാപൂർവ്വം ചുറ്റും നോക്കി ട്രക്ക് ഡ്രൈവർ ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും വെയിറ്റർസ് അവളുടെ അടുത്തേക്ക് വന്നു. പോലീസിനെ വിളിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ വെയിറ്റർസ് അവളോട് ശരിയായി സംസാരിച്ചില്ല. അവൾ കൈസ്വള്ളം കൊണ്ടുവന്നു പണം നൽകി പോകാൻ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ആ സ്ത്രീ കൂടുതൽ ഭയന്നു. സ്വയം പ്രതിരോധിക്കാനെന്ന പോലെ അവൾ മേശയിൽ നിന്നൊരു കത്തിയെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അവസ്ഥ മെച്ചപ്പെട്ടു. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ട്രക്ക് പോയതായി അവൾ കണ്ടു. ഇത് അവളുടെ ഹൃദയത്തെ അല്പം ശാന്തമാക്കി. പിന്നെ തന്റെ വീട്ടിലേക്ക് കാത്തിരിക്കുകയായിരുന്ന രോഗിയായ അമ്മയെ അവൾ ഓർത്തു. അങ്ങനെ അവൾ കഫേയിൽ നിന്നിറങ്ങി. ഇരുട്ടാൻ തുടങ്ങിയിരുന്നു. അവളുടെ കാറിൽ ഇന്ധനം തീർന്നിരുന്നു. ട്രക്ക് വീണ്ടും കാണരുതെന്ന് ആ സ്ത്രീ നിശബ്ദമായി പ്രാർത്ഥിച്ചു. എന്നാൽ പെട്ടെന്ന് അതേ നീല ട്രക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൾ ഉടനെ റോഡിന്റെ അരികിലേക്ക് നിർത്തി. ട്രക്ക് തന്നെ കാണില്ലെന്ന് പ്രതീക്ഷിച്ച് അവൾ മറ്റൊരു തെരുവിലേക്ക് തിരിഞ്ഞു. ലൈറ്റുകൾ ഓഫ് ചെയ്തു. എന്നാൽ ഒരു പ്രേതത്തെ പോലെ ട്രക്ക് അതേ റോഡിലേക്ക് തിരിഞ്ഞു. അവളുടെ പാത തടഞ്ഞ് അവളെ പിന്തുടർന്നു. കുറച്ചു ദൂരം ഓടിച്ചപ്പോൾ ആ സ്ത്രീ 1 കിലോമീറ്റർ മുന്നോട്ടുള്ള അടാളം കണ്ടു. ഒരു ആശയം മനസ്സിൽ വന്നു. ഇത്തവണ ഭയപ്പെടുന്നതിന് പകരം അവൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. അവൾ ട്രക്കിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. ഡ്രൈവർ അവളെ പിന്തുടരുന്ന രീതിയിൽ ഓടിച്ചു. പിന്നെ ആ സ്ത്രീ പെട്ടെന്ന് കട്ടിയുള്ള മഞ്ഞു മൂടിയ റോഡിലേക്ക് തിരിഞ്ഞു. ഈ പ്രദേശം അവളുടേതായിരുന്നു. അതിനാൽ റോഡ് എവിടെയാണ് വഴുക്കലുള്ളതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ട്രക്ക് അവളുടെ കാറിനടുത്തെത്തിയപ്പോൾ അവൾ കാറിന് വാതിൽ തുറന്ന് ഉടനെ തന്നെ പുറത്തേക്ക് ചാടി. വഴുക്കലുള്ള ഐസിൽ ട്രക്കും അവളുടെ കാറും ബാലൻസ് നഷ്ടപ്പെട്ടു. കനത്ത ഭാരം ഐസിനെ തകർത്തു. ട്രക്ക് നേരെ നദിയിലേക്ക് വീണു.